സ്ഥാപിക്കുന്ന ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് DXN. ഇത് നമ്മുടെ കോർപ്പറേറ്റ് ഹെഡ് ഓഫീസാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ഓരോ കമ്പനികളുടെയും പേരെടുക്കുക, എന്നിട്ട് ഗൂഗിളിൽ അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് അടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത്രയും സുന്ദരവും ഇത്രയും ഭീമവുമായ ഒരു കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് വേറെ ഒരു കമ്പനികൾക്കും ഈ ലോകത്തില്ല. അതായത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സ് ബിലോങ്സ് ടു DXN. നമ്മുടെ കമ്പനി ലിസ്റ്റഡ് ആണ്, ഇപ്പൊ അടുത്ത് ലിസ്റ്റഡ് ആണ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുന്നതിന് മുന്നേ കമ്പനികൾ ഒരു വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു മോശം കമ്പനിക്ക് ഒരിക്കലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആവാൻ പറ്റില്ല. കാരണം അവരുടെ ഓരോ അക്കൗണ്ടും ഓരോ ബാലൻസ് ഷീറ്റും ഓരോന്നും, ഓരോ ലോണും ഓരോ ബാങ്കുമായിട്ടുള്ള ഡീലിങ്സും ഓരോ ആൾക്കാരുമായിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ടും സപ്ലയേഴ്സുമായിട്ടുള്ള ഡീലിങ്സും ഒക്കെ വളരെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനിയാണ്. അപ്പൊ DXN എന്ന് പറയുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. പക്ഷെ ഇപ്പോഴും മലയാളികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DXN പറ്റി പറയുമ്പോൾ ഇത് മറ്റേ ആട് തേക്ക് മാഞ്ചിയം മണി ചെയിൻ മറ്റേത് ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ മെന്റാലിറ്റി മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത്രയും ശക്തമായ ഒരു കമ്പനി, ഇത്രയും ഫാക്ടറികളുള്ള ഒരു കമ്പനി, ഇങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിയൽ ബിസിനസ് ആണ്. പിന്നെ ഇതിന്റെ പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇത് ദുബായ് എന്ന് പറയുന്ന നഗരത്തിന്റെ ക്രൗൺ പ്രിൻസ് ആണ്. അതായത് തുടക്കത്തിലൊക്കെ ദുബായില് DXN ആരംഭിച്ച സമയത്ത് ഒരു മലയാളികളുടെ ഇടയിലും ഫിലിപ്പിനോസിന്റെ ഇടയിലൊക്കെ ആയിരുന്നു ഈ ബിസിനസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഈ ലീഗൽ പ്രശ്നത്തെ പറ്റി എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ജിജിത്തൊക്കെ പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ 2001 തോന്നുന്നു, ആ സമയത്ത് ഏതെങ്കിലും ഒരു അറബി ഡ്രസ് കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി പ്രസന്റേഷൻ നിർത്തും. കാരണം ചിലപ്പോൾ അതൊരു പോലീസ് ആവാം, ചിലപ്പോൾ അതൊരു CID ആവാം, ആരും ആവാം. ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് അറബികൾ ഇതിനെ എങ്ങനെ എടുക്കും, എന്ത് പ്രശ്നമാവുന്നൊന്നും നമുക്കറിയില്ലല്ലോ, ഈ ബിസിനസിനെ അവരെങ്ങനെ മനസ്സിലാക്കും. ഇപ്പം വളരെ മനോഹരമായ ഒരു അറബ് നമ്മളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട് ഇപ്പം ഈ. അതായത് 22 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞു അറബികളെ കണ്ട് പേടിച്ചിരുന്ന DXN ദുബായ് ഇപ്പൊ സപ്ലൈ ചെയ്യുന്നത് ദുബായിലെ ഭരണാധികാരികൾക്കാണ്. അവർ ഓരോ പ്രഭാതവും ആദ്യമായി എഴുന്നേറ്റ് കുടിക്കുന്നത് നമ്മളുടെ കോഫിയാണ്, DXN കോഫിയാണ്. ഇപ്പം നമ്മള് പറയില്ലേ DXN പ്രോഡക്ട്സിന് എന്താണ് പ്രത്യേകത എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ദുബായ് എന്ന് പറയുന്ന ഒരു നഗരത്തിലെ ഭരണാധികാരികൾക്ക് ലോകത്തിലെ ഏത് കോഫി വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് അവരുടെ മേശപ്പുറത്ത് എത്തിക്കാൻ പറ്റും. അതിനുള്ള പണമുണ്ട്, അതിനുള്ള പവറുണ്ട്. അവിടെ തന്നെ സ്റ്റാർബക്സ് ഉണ്ട്, കോസ്റ്റ കോഫി ഉണ്ട്, കരീബു കോഫി ഉണ്ട്, നെസ്കഫെ ഉണ്ട്, ബ്രൂ കഫെ ഉണ്ട്. എല്ലാ കോഫി കമ്പനികളും ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊരു കോഫി കമ്പനിയോടും ഈ കിങ്ങോ ക്രൗൺ പ്രിൻസോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ആ കോഫിയുടെ വലിയൊരു ഷോറൂം അവരുടെ പാരീസിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. ഏത് കമ്പനി, അത്രയും പ്രസ്റ്റീജിയസ് ഓർഡറാണ്. പക്ഷെ എന്നിട്ട് പോലും 2005 മുതൽ ഇതുവരെ, അതായത് 2024 വരെ അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കോഫി DXN അല്ലാതെ മറ്റൊന്നുമില്ല. ഇത് ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലർ ഇവരുടെ അടുത്ത് പോയി പറഞ്ഞതാണോ? അല്ല. ആർക്കാണ് ഇവരുടെ അടുത്ത് പോയി പറയാൻ ധൈര്യമുള്ളത്? അതായത് ഇതിങ്ങനെ ഒരു കമ്പനിയാണ്, ഇതിന് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. നോ, അങ്ങനെയൊന്നും പറഞ്ഞതല്ല. എങ്ങനെയോ ഇവരുടെ കയ്യിലെത്തി. ആ കോഫി പൊട്ടിച്ച് അതിലിട്ട് ഇളക്കി കുടിച്ചതിന് ശേഷം അവർ ആ കുടുംബം മുഴുവൻ പിന്നെ കോഫി മാറ്റിയിട്ടില്ല. ഇത്രയും മനോഹരമായ ഒരു പ്രൊഡക്റ്റ് DXNന്റെ കയ്യിലല്ലാതെ മറ്റാർക്കാണുള്ളത്? നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് മാത്രം പറഞ്ഞുകൂടാ, പല കമ്പനികളിൽ ഒന്നെന്ന് മാത്രം പറഞ്ഞുകൂടാ. നമ്മളുടേത് ഈ ലോകത്തിലെ തന്നെ
ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരുപാട് അഭിമാനത്തോടെ പോകണം. കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് നിരസിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ നഷ്ടം അവർക്കാണ്. ഇപ്പം കേരളത്തിൽ തന്നെ ക്യാൻസർ രോഗികളൊക്കെ ഒരുപാട് കൂടുതൽ, 1130 പേരാണ് ക്യാൻസർ രോഗികളായിട്ടുള്ളത്. ഈ 1100, അത് ഇന്ത്യയിലെ കണക്കാണ്. അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ്. ഈ ക്യാൻസർ രോഗികളെയൊക്കെ നിങ്ങൾ പരിചരിക്കുന്ന സമയത്ത് ഈ മൂക്കിലൊക്കെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനോട് ചോദിക്കണം എന്താണ് ഇതിന് കൊടുക്കാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ രോഗിക്ക് ബോധമില്ല, മൂക്കിലൂടെയാണ് ട്യൂബ് ഇട്ടിരിക്കുന്നത്, എന്തെങ്കിലും ന്യൂട്രീഷൻ കൊടുക്കണം ഈ ഇതിലൂടെ, പൈപ്പിലൂടെ, എങ്കിൽ മാത്രമേ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പല ഡോക്ടേഴ്സും പറയുക ഇളനീർ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാം. പക്ഷെ ഒരു DXN മെമ്പർ എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ ഒരുപാട് സാധനങ്ങളാണ്. മഷ്റൂം പൗഡർ, സ്പൈറുലിന, ലയൺസ്, ഏത് ജ്യൂസോ ഏത് ഇളനീർ വെള്ളമോ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും എത്രയോ വേഗത്തിൽ ഈ പ്രൊഡക്ട്സിന് നമ്മളുടെ ആൾക്കാരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പനി നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം, അങ്ങനെയുള്ള തരത്തിലൊന്നും അല്ല ഇതിനെപ്പറ്റി വിചാരിക്കേണ്ടത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി. ഇതുണ്ട്, ഒഫീഷ്യൽ കോഫി ഓഫ് സബീൽ പാലസ് ആണ്, സബീൽ കോഫി. അതിന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഈ ലോഗോ, DXN ലോഗോ കാണാം. ഇത്രയും മികച്ച ഒരു കമ്പനി